ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് അയല മീൻ കൊണ്ട് ഒരു ഐറ്റമാണ് തയ്യാറാക്കുന്നത്. അയല കിട്ടുമ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഞാനിവിടെ 8-9 അയല എടുത്ത് വച്ചിട്ടുണ്ട്. ചെറിയ അയല ആയതുകൊണ്ട് ഇത് മുറിക്കുന്നില്ല, ഒന്ന് വരഞ്ഞ് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വലിയ അയലയാണ് കിട്ടുന്നതെങ്കിൽ രണ്ടായിട്ടൊന്ന് മുറിക്കണം. അരപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വരഞ്ഞു വച്ചിരിക്കുന്നത്. ഞാനിവിടെ ഒരു 2 തക്കാളി, ചെറിയ തക്കാളി അരിഞ്ഞത്, 2 സവാള അരിഞ്ഞത്, ഒരു 3-4 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞത്, ഒരു 2-3 പച്ചമുളക് അരിഞ്ഞത്, ഇത് ഇത്രയും എടുത്ത് വച്ചിട്ടുണ്ട്. ഇതൊരു മിക്സിയുടെ ജാറിലോട്ടിട്ട് അരച്ചെടുക്കാം. ഇതെല്ലാം കൂടെ ഈ മിക്സിയുടെ ജാറിലോട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുത്തോണ്ട് വരാം. അയല റോസ്റ്റ് തയ്യാറാക്കാനായി ഒരു മൺചട്ടി അടുപ്പിൽ വെച്ച് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പിരിയമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. തീ കുറച്ച് വെച്ച് വേണം ചേർക്കാൻ, അല്ലെങ്കിൽ പൊടിയൊക്കെ അങ്ങ് കരിഞ്ഞു പോകും. പിരിയമുളക് പൊടി ഇട്ടിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ പൊടിയൊക്കെ ഒന്ന് മൂത്ത് വരണം. അപ്പം പൊടിയൊക്കെ മൂത്ത് നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി അരച്ചോണ്ട് വന്ന കൂട്ട് ചേർത്ത് കൊടുക്കുക. അരച്ചോണ്ട് വന്ന കൂട്ടൊക്കെ തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മിക്സിയുടെ ജാറ് കഴുകി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. അതും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ. ഒരു കുടംപുളി, പുളി വേണമെന്നുണ്ടെങ്കിൽ ചേർത്താൽ മതി. ഒരു കുടംപുളി കുതിർത്തതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് തിളച്ച് ഈ തക്കാളിയുടെയും സവാളയുടെയൊക്കെ പച്ച ചുവയൊക്കെ ഒന്ന് മാറണം. ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ചേർത്തിരിക്കുകയല്ലേ, അതിൻ്റെയൊക്കെ പച്ച ചുവയൊന്ന് മാറണം. അതൊന്ന് തിളച്ച് വരട്ടെ. ഇപ്പം നന്നായിട്ട് തിളച്ച് വറ്റി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള ഉപ്പൊടിയും കൂടെ ഇട്ട് ഒന്നുകൂടെ ഒന്ന് തിളച്ച് വരണം. ഒരു 1/2 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ചാറ് വേണ്ടേ, അതുകൊണ്ട് കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത്. അപ്പോൾ അത് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഈ മീൻ കഷ്ണങ്ങൾ പറക്കിയിട്ട് കൊടുക്കുക. മീനും കൂടെ കിടന്ന് തിളച്ച് അതിൻ്റെ ചാറൊക്കെ നന്നായിട്ടൊന്ന് കുറുകി വരണം. മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. ഇനി മീനായതുകൊണ്ട് തന്നെ 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടി അതിൽ കൂടെ അങ്ങ് ഇട്ട് കൊടുക്കുക. എല്ലാം കൂടെ കിടന്നൊന്ന് തിളച്ച് കുറുക്കി വരണം. പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. മീൻ വേഗം മുമ്പ് ഇളക്കണമുണ്ട്, കുഴപ്പമില്ല, പൊടിയൂല. അടി പിടിക്കാതെ പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി അവിടെ ഇരുന്ന് അത് നന്നായിട്ട് തിളക്കട്ടെ. ഒന്ന് മൂടി വെച്ച് കൊടുക്കുക. അപ്പം മീനൊക്കെ എന്തായി എന്ന് അടപ്പിളക്കി ഒന്ന് നോക്കാം. നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല ഒരു കളറായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഈ മീനൊക്കെ പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. മീൻ ഉടയാതെ വേണം എടുക്കാൻ.
കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്, ഇരുന്ന് വറ്റട്ടെ. അപ്പോൾ ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കാം. ഉപ്പ് അല്പം കുറവാണ്, അല്പം ഉപ്പ് കൂടെ ചേർക്കാം. ഉപ്പും പുളിയൊക്കെ കുറവാണെങ്കിൽ ഈ സമയത്ത് വേണം ചേർത്ത് കൊടുക്കാൻ. ഇനി അല്പസമയം കൂടി ഇരുന്നൊന്ന് വറ്റട്ടെ. അപ്പോൾ ഈ മീനൊക്കെ തിളച്ച് ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട് കണ്ടോ. ഇത് മൺചട്ടി ആയതുകൊണ്ട് തന്നെ ഇരിക്കുമ്പോൾ കുറേ കൂടി വറ്റും. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഇതിന് ഉപയോഗിക്കണം, എന്നാലേ ആ സ്വാദ് കിട്ടുകയുള്ളൂ. ഞാൻ പച്ച വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ടുണ്ട്. പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് 2 തണ്ട് കറിവേപ്പിലയും കൂടെ അങ്ങിട്ട് കൊടുക്കാം. ഇനി തീ അണച്ചു കൊടുക്കുക. ഇരുന്ന് കുറേ നേരം തിളച്ചുകൊണ്ടിരിക്കുക, മൺചട്ടിയല്ലേ, അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ ഒരു മീൻകറി തയ്യാറാക്കി നോക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. തീ അണച്ചിട്ടും അത് തിളച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇരുന്ന് ഇത് കുറച്ചുകൂടി കുറുകും, അപ്പോഴാണ് നല്ല ഒരു രസം. ഇപ്പം അതിൽ ഉപ്പും പുളിയൊക്കെ കറക്റ്റിനുണ്ട്. അയിലയിലെല്ലാം ഉപ്പെല്ലാം പിടിച്ച് നല്ല രീതിക്ക് വന്നിട്ടുണ്ട്.